ദശകം 16 ശ്ലോകം 4 വായിച്ചെന്ന് അർത്ഥം പറയുന്നത്. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭാതൃമാൻ ബദരികാശ്രമമത്യവാസീഹി ശക്രോധതേ സമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവൃതം പ്രജിഖായമാരം. ഇതിൽ പറയുന്നത് അന്വാചരൻ ഉപദിശന്ന അപി എന്നാണ്. ആചരൻ ഉപദിശൻ അപി എന്നാണ്. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തും കൊണ്ട് മോക്ഷധർമ്മം, മോക്ഷലബ്ധിക്ക് വേണ്ട വഴികൾ, മോക്ഷത്തിന് വേണ്ടിയുള്ള വഴികൾ മറ്റുള്ളവർക്ക് പറഞ്ഞ് ഉപദേശിക്കുന്നതിന് വേണ്ടി എന്നാണ്. ത്വം ഫാതൃമാൻ, നിന്തിരുവടി ആ നരനാരായണന്മാർ എന്നാണ്. സഹോദരനോട് കൂടിയിട്ട്, ത്വം നിന്തിരുവടി ആ സഹോദരനോട് കൂടിയിട്ട് ബദരികാശ്രമ മധ്യവാസീഹി ആ ബദരികാശ്രമത്തിൽ പോയി താമസിച്ച് അവിടെ തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് നല്ല ഉപദേശം കൊടുക്കുന്നതിനും മോക്ഷലബ്ധിക്കും വേണ്ടി ആ ബദരികാശ്രമത്തിൽ പോയി നരനാരായണന്മാർ തപസ്സു ചെയ്തു എന്നാണ്. ശക്രോ അഥ തേ, ശക്രോ എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ, അനന്തരം, അനന്തരം തേ അങ്ങയുടെ ശമതപോബല നിസ്സഹാത്മാ, അങ്ങയുടെ അത് മേൽപ്പത്തൂർ പറയാണ് നിന്തിരുവടിയുടെ എന്നാണ്. ശമതപോബല ആ തപസ്സിൻ്റെ ബലം, ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് ആ തപസ് കണ്ടിട്ട് എന്നുവെച്ചാൽ വെള്ളം പോലും കുടിക്കാതെ ഒരു ആഹാരവും കഴിക്കാതെയും ഇരുന്ന് തപസ് ചെയ്യുന്നത് കണ്ടിട്ട് ആ ദേവേന്ദ്രന് അസൂയ തോന്നി എന്നാണ് പറയുന്നത്. നിസ്സഹാത്മാ, സഹിക്കാൻ പറ്റിയില്ല തപസ്സിൻ്റെ ബലം, തപോബലം നിസ്സഹാത്മാ, തപസ്സിൻ്റെ ബലം സഹിക്കാൻ പറ്റിയില്ല എന്നാണ്. ദിവ്യാംഗന പരിവൃതം പ്രജിഖായമാരം, ആ ദിവ്യ അംഗന പരിവൃതം ആ ദേവസ്ത്രീകളാൽ ചുറ്റപ്പെട്ട പ്രജിഖായമാരം ആ കാമദേവനെ തപസ്സിളക്കാൻ വേണ്ടി, ആ ഭഗവാന്റെ തപസ്സിളക്കാൻ വേണ്ടി പറഞ്ഞയച്ചു എന്നാണ് ഈ 2 വരികളിലും പറയുന്നത്. അന്വാചരൻ ഉപദിശൻ അപി മോക്ഷധർമ്മം, മോക്ഷം കിട്ടുന്നതിന് വേണ്ട വഴികൾ അനുഷ്ഠിക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തും കൊണ്ട് ശക്ര അഥ ദേവേന്ദ്രൻ അപ്പോൾ അനന്തരം തേ അങ്ങയുടെ തപോബലം കണ്ട്, തപസ്സിൻ്റെ ബലം സഹിക്കാൻ പറ്റാതെ മാരം ആ കാമദേവനെ സുന്ദരിമാരായ അപ്സരസുകളുടെ കൂടെ തപസ്സിളക്കാൻ വേണ്ടി ആ ദേവേന്ദ്രൻ പറഞ്ഞയച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഫാതൃമാൻ ബദരികാശ്രമമധ്യവാസീഹി ശക്രോധതേ ശമതപോബല നിസ്സഹാത്മാ ദിവ്യാംഗന പരിവൃതം പ്രജിഖായമാരം.